T20 ലോകകപ്പിൽ മൂന്നാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ഇരു ടീമുകളും സ്റ്റേഡിയത്തിലെത്തി. നിർണായക മത്സരങ്ങളിൽ ഹോമിലെത്തിയ മലയാളി താരം സഞ്ജു സാംസണിലാണ് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ. സ്റ്റേഡിയത്തിൽ നിന്ന് മഹേഷ് പോലൂർ ചേരുന്നു. നമ്മൾ ഒരു പക്ഷേ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് എന്നായിരുന്നു നമ്മൾ കുറച്ച് നേരത്തെ മുൻപൊക്കെ സംസാരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് നിമിഷങ്ങളിലേക്ക് കുറഞ്ഞു വരികയാണ്. വലിയ തിരക്കുണ്ടായിരുന്നു നേരത്തെ. അതിനുശേഷം ഇപ്പോൾ കൃത്യമായ നിയന്ത്രണങ്ങൾ, കാണികൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം വളരെ കൃത്യമായതുകൊണ്ട് തന്നെ ഒരു വലിയ തിരക്ക്. ഒരു പക്ഷേ കവാടത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കില്ല, പക്ഷേ റോഡിൽ ആ ഭാഗത്ത് റോഡിലൊക്കെ വലിയ തിരക്കുണ്ട്. അവിടുന്ന് കൃത്യമായി ഇങ്ങോട്ടേക്ക് അവരെ ഓരോ റോ വഴി ഇങ്ങോട്ട് കയറ്റി വന്നതുകൊണ്ടാണ് ഇപ്പോൾ വലിയൊരു തിരക്ക് നമുക്ക് ഫീൽ ചെയ്യാത്ത. എന്തായാലും വലിയ ആൾക്കൂട്ടമുണ്ട്. നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഒരുപക്ഷെ ഇന്നലെ രാത്രി പോലും അർദ്ധരാത്രി പോലും ഇവിടെ ആളുകൾ തമ്പടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. രാജ്യത്തിന്റെ പലയിടങ്ങളിൽ നിന്ന്, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകളോട് നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പലയിടത്തു നിന്നായി കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. അത്രയേറെ വലിയ ആവേശം തളം കെട്ടി നിൽക്കുകയാണ് അഹമ്മദാബാദിൽ. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അഹമ്മദാബാദിൽ എത്തുന്ന കാണികളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് പോലീസ് അവരെ മാറ്റുകയാണ്. കാരണം ഇവിടെ വലിയ തിരക്ക് വന്നു കഴിഞ്ഞാൽ അതാകെ പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ ഇവിടുന്ന് കൃത്യമായ ആളുകളെ ഇങ്ങനെ മാറ്റി കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മത്സരം ഒരു പക്ഷേ ടോസ് കിട്ടിയാൽ എന്തെടുക്കുമെന്ന് ഇന്നലെ സൂര്യകുമാറിനോട് തന്നെ നമ്മൾ ചോദിച്ചിരുന്നു. സൂര്യകുമാർ പിച്ചിന്റെ അവസാന ഘട്ടത്തിൽ പിച്ചിന്റെ സ്വഭാവം എന്താണ് എന്ന് പരിശോധിച്ച ശേഷമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ ടോസ് ലഭിച്ചു കഴിഞ്ഞാൽ, ബാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 200-ന് മുകളിൽ സ്കോർ ചെയ്യേണ്ടതായി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം ന്യൂസിലാൻഡ് ഒരു വലിയ ടീമാണ്. ഫിൻ ആനലെ പോലുള്ള വലിയ താരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച് 200-ന് മുകളിൽ സ്കോർ കണ്ടെത്തുകയാണ്. ഇനി അതല്ല, മറിച്ചാണ് തീരുമാനം. ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ അതിവേഗം കിവീസിനെ പുറത്താക്കുക, അതിനുശേഷം അടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബാറ്റിംഗ് ഓർഡർ ഇങ്ങനെ തന്നെയായിരിക്കും. ബാറ്റിംഗ് ഓർഡർ എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും തന്നെയായിരിക്കും. അഭിഷേകും സഞ്ജുവും തന്നെയായിരിക്കും ഇന്ത്യയുടെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. ഇഷാൻ കിഷൻ 1 ഡൗൺ ആയി എത്തും. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് എത്തും. 5-ാം നമ്പറിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തിലക് വർമ്മയാണ്. പിന്നീട് ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബെയും അക്സർ പട്ടേലും എത്തും. ഒരുപക്ഷെ തുടക്കത്തിലുള്ള ബാറ്റർമാർ കുറേ അധികം പന്തുകൾ കളിച്ച് ഒരുപക്ഷെ 15 ഓവറിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ ബാറ്റിംഗ് ഓർഡറിൽ സ്വാഭാവികമായും മാറ്റം വരും. കാരണം വലിയ സ്കോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യക്കും ശിവം ദുബെക്കും സ്ഥാനക്കയറ്റം നൽകും. അതിനുശേഷം കൂടുതൽ റൺസ് കണ്ടെത്തുക എന്നുള്ള രീതിയിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ ചില ചേഞ്ചുകളൊക്കെ ഉണ്ടായേക്കാം. എന്തായാലും ഈ ഒരു മാറ്റത്തിന് ഇന്ന് മറ്റ് ബാറ്റിംഗ് ഓർഡറിൽ കാര്യമായി മറ്റ് മാറ്റത്തിന് നമ്മൾ സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. ബൗളിങ്ങിലാണ് വലിയൊരു പ്രയാസം. കഴിഞ്ഞ മത്സരങ്ങളിൽ നമ്മൾ നേരിട്ടത്. ബൗളിങ്ങിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ജസ്പ്രീത് ബുംറയാണ് വളരെ കൺസിസ്റ്റന്റ് ആയി നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ പന്തെറിഞ്ഞത്. ഈ കഴിഞ്ഞ സെമി ഫൈനൽ നമുക്ക് തിരികെ കൊണ്ടുവന്ന് നമുക്ക് ജയം നേടിത്തന്ന പ്രധാനപ്പെട്ട ബൗളർമാരിൽ ഒരാൾ ജസ്പ്രീത് ബുംറയാണ്. ഹാർദിക് പാണ്ഡ്യയും മികച്ച രീതിയിൽ തന്നെ പന്തെറിയുന്നുണ്ട്. ഹർഷദീപ് സിംഗ് കൃത്യതയുണ്ട്. പക്ഷെ തുടക്കത്തിലെ ഹർഷദീപിന്റെ ഓവറുകളിൽ അദ്ദേഹത്തിന് കൂടുതൽ റൺസ് വഴങ്ങേണ്ടി വരുന്നു. പിന്നീട് ഹർഷദീപിന് രണ്ടാമത്തെ ഒരു ഭാഗത്ത് എത്തുമ്പോഴാണ്, അവസാന ഓവറുകൾ എറിയാനെത്തുമ്പോൾ ഹർഷദീപ് കുറെ കൂടി കൃത്യതയോടെ പന്തെറിയുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ അലട്ടുന്ന പ്രധാന പ്രശ്നം നമ്മുടെ സ്പിന്നർമാരുടെ ഒരു സ്ഥിരതയില്ലായ്മയാണ്. വരുൺ ചക്രവർത്തി മികച്ച ഒരു പ്രകടനം പുറത്തെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ പോലും, സെമി ഫൈനൽ മത്സരത്തിൽ പോലും വരുൺ ചക്രവർത്തിക്ക് 4 ഓവറിൽ 64 റൺസ് വഴങ്ങുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ റണ്ണ് കൊടുക്കാതെ കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന പഴയ വരുണിനെ നമുക്ക് കാണണം. അങ്ങനെ കണ്ടാൽ മാത്രമാകും ഒരു പക്ഷേ ഇന്ന് ഇന്ത്യക്ക് അനുകൂലമായ രീതിയിലേക്ക് മത്സരം വരികയുള്ളൂ. അത് മാത്രമല്ല, അക്സർ പട്ടേൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ നമുക്ക് ഫോമിൽ തീർച്ചയായും പന്തെറിയാനെത്തും. ഫീൽഡിങ്ങിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് മികച്ച ഫീൽഡർമാരുണ്ട്. അക്സർ പട്ടേലിനെ പോലുള്ള താരങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ റിങ്കു സിംഗിനെ പോലെ അക്സർ പട്ടേലിനെ പോലുള്ള താരങ്ങൾ വലിയ മികച്ച ഫീൽഡിംഗ് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചതാണ്. അതേസമയം അഭിഷേക് ശർമ്മ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ ഫീൽഡിംഗ് അവരുടെ കയ്യിൽ നിന്ന് ക്യാച്ചുകൾ ചോരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരുത്തുക. ഇന്നലെ അഭിഷേക് കുറേ നേരം ഇന്നലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഫീൽഡിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു, ക്യാച്ച് എടുക്കുന്നുണ്ടായിരുന്നു. അടിമുടി. ഇനിയൊരു തിരിഞ്ഞുപോക്കില്ല, ഇനിയൊരു മത്സരം നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ജയിച്ചേ പറ്റൂ. അതിനായി ഒരുങ്ങി തന്നെയാണ് ടീം ഇന്ത്യ
വരുന്നത്. വലിയ ആവേശത്തിലാണ് കാണികൾ. അതിവേഗം ഈ നമ്മുടെ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും മത്സരം കൃത്യം 7 മണിക്ക് തുടങ്ങും. 6:30 ടോസ്. ടീമുകൾ ഏതാണ്ട് ഗ്രൗണ്ടിലേക്ക് എത്തുന്ന സമയമാണിപ്പോൾ. വലിയ ആകാംക്ഷയിലാണ് അഹമ്മദാബാദ് ഉള്ളത്.